ഇപ്പോൾ നിൽക്കുന്നത് ദാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെയായിരുന്നു ആ പാലം. ഈ പാലത്തിലൂടെയാണ് ഇതിനപ്പുറത്ത് ഒരു KSRTC ബസ് അല്പം വെളിച്ചം വരുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇപ്പൊ എനിക്ക് നിഴല് പോലെ കാണുന്നതാണ് ഈ പുഴയ്ക്ക് അപ്പുറത്ത് ആ ആൽമരത്തിനപ്പുറത്ത് ഒരു അമ്പലമുണ്ടായിരുന്നു. അതിനപ്പുറത്ത് അതിനപ്പുറത്ത് ഒരു പാടികളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു. അതിനപ്പുറത്ത് ഇവിടെയാണ് എനിക്കിപ്പോൾ കാണുന്ന ഇതിൻ്റെ ഈ ഇടതുവശത്താണ് മുണ്ടക്കൈ. ഇതിൻ്റെ വലിയൊരു ദുരിതം സ്കൂൾ ഉണ്ടായിരുന്നത്, വെള്ളാർമല സ്കൂള് ഇവിടെയായിരുന്നു. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ വീണ്ടും പോയാലാണ് ഈ മുണ്ടക്കൈയിലേക്ക് എത്താനുള്ളത്. അവിടേക്ക് താൽക്കാലികമായി എത്തിയിരിക്കുന്നതിനപ്പുറത്ത് ബാക്കിയെല്ലാം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടെ തന്നെയുള്ള അജയ് നമുക്കൊപ്പമുണ്ട്. അജയ്ക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്. ഈ ഒരു പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സൈക്ലിസ്റ്റാണ്. അതുകൊണ്ട് ഏറ്റവും രാവിലെ തന്നെ ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഈ റൂട്ടിലുണ്ടാവും. അതായത് ഈ മുണ്ടക്കൈ പ്രദേശങ്ങൾ, അട്ടമല പ്രദേശങ്ങൾ, പുത്തുമല, അതായത് വയനാട് ജില്ലയിൽ ഓൾമോസ്റ്റ് എല്ലാ പരിസരത്തും പോയ ഒരാളെന്ന നിലയ്ക്ക് ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ചരിത്രം എനിക്ക് അറിയുന്നതാണ്. ഒരുപാട് ബ്ലോഗ് ചെയ്തു. ഇവിടെ ഈ ഒരു പരിസരത്ത്, അതായത് സ്കൂളിൻ്റെ പരിസരത്ത് തന്നെ ഒരു 105ഓളം വീടുകൾ മിസ്സിംഗ് ആണ്, കാണാനില്ല. അതിലുള്ള ആളുകൾ എന്താണെന്നുള്ള ഒരു അവസ്ഥയില്ല, ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇതിന്റെ വെള്ളാർമല ഭാഗത്ത് മറുവശത്ത് ഈ പാലം കഴിഞ്ഞ് ഇതൊരു പാലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ബസ് പോരുന്ന പാലം എവിടെയായിരുന്നു? ഇവിടുന്ന് അങ്ങോട്ട് 2 ഡീവിയേഷനാണ് ഉണ്ടാകുന്നത്. ഒന്ന് മുണ്ടക്കായും ഒന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അട്ടമലേന്റെ പരിസരത്താണ് ഇപ്പോൾ നമ്മളെ KSRTC സാർ ഇപ്പോൾ പറഞ്ഞ KSRTC ബസ് നിർത്തിയിട്ടുള്ള ആ പരിസരത്താണ്. അതിന്റെ പുറകിലായിട്ട് 3-4 പാടികൾ ഉണ്ടായിരുന്നു. ആ പാടികൾ കാണാനില്ല. ഈ അമ്പലത്തിന്റെ പുറകിൽ താമസിക്കുന്ന ശാന്തി, അദ്ദേഹത്തെയും കാണാനില്ല. അങ്ങനെ ഒട്ടനവധി പേര് മിസ്സായിട്ടുണ്ട്. നമുക്കതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ എല്ലാ കടകളും മിസ്സിംഗ് ആണ്, ഒന്നും കാണാനില്ല. അവിടെ ആ പരിസരത്ത് ഒരു കടകളും കാണാനില്ല. അവിടെയുള്ള കുറേ ആളുകൾ ആ ഒരു സമയത്ത് കുറച്ച് ആ പള്ളിയിലേക്കൊക്കെ കയറി നിന്നത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എത്ര വീടുകളും ആളുകളും ഉണ്ട് അവിടെ? അവിടുത്തെ ഒരു ഏകദേശം കണക്ക് പറയുന്നത് ഒരു 200ഓളം വീടുകൾ അവിടെ ആ മുണ്ടക്കൈ ഭാഗത്ത് മാത്രം ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ ഒരു 100-110ഓളം വീടുകൾ ഈ ചൂരൽമല പ്രദേശത്തും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ കാണാനില്ല. അജയ് ഈ പ്രദേശത്ത് അജയുടെ വീട് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു 300 മീറ്റർ അപ്പുറത്താണ് അജയുടെ വീടുള്ളത്. ആര്യ നമ്മൾ കൂടുതലൊന്നും പറയാനില്ല. നേരം വെളുത്തു വരുന്നത് ഒരുപാട് ഇപ്പോൾ ചാലൊഴുകുന്നു. ഇത് ഇത്രയൊന്നും വലിപ്പം ഉണ്ടായിരുന്ന ഒരു പുഴയായിരുന്നില്ല അത്. പക്ഷേ ഈ മണ്ണൊലിഞ്ഞു ചേർന്ന് ഈ പുഴയിലേക്ക് ചേരുന്ന ഒരു കാര്യമാണ്. കുറച്ചുകൂടി ദൃശ്യം വരുമ്പോൾ നമുക്ക് പഴയ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്നതിനപ്പുറത്ത് ഒരു പ്രദേശം ആകെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവുന്നു എന്നുള്ള അമ്പരപ്പിക്കുന്നൊരു കാഴ്ച. ശരിക്കും വേറൊന്നും ഒരു 50-100 പുത്തുമലകൾ ഒന്നിച്ചു ചേർത്താൽ ഇപ്പോൾ ഇന്നലത്തെ ദുരന്തമാകുന്നു. അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാനാവുള്ളൂ. ഒരു 50 പുത്തുമലകൾ കൂടിച്ചേർന്നാൽ ഇപ്പോഴത്തെ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയിലേക്ക് ഏതാണ്ട് എത്തിച്ചേരും. ബാക്കി നമുക്കൊരു പേക്കിനാവിൻ്റെ നടുവിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പോലെയാണ് അക്ഷരാർത്ഥത്തിൽ. ഉറങ്ങി എണീക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ഇന്നലെ നമ്മൾ സുമതി ചേച്ചി പറഞ്ഞ വാക്കുണ്ട്, അവിടെ നിന്ന് ക്യാമ്പിൽ കണ്ടേ. ഒന്ന് ഞെട്ടി എണീറ്റപ്പോൾ, ശബ്ദം കേട്ട് എണീറ്റ് നോക്കിയപ്പോൾ പിന്നീട് കാണുന്നത് കട്ടിലിന് താഴെ മുഴുവൻ ചേറ് നിറഞ്ഞിരിക്കുന്നതാണ്. എങ്ങനെയൊക്കെയോ കടന്നു പോന്നു എന്ന് പറയുന്നു. ഇത് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ വെള്ളാർമല സ്കൂൾ, നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു, ഒരു പക്ഷേ ഏറ്റവും നല്ല സ്കൂൾ, ഏറ്റവും ഭംഗിയുള്ളൊരു സ്കൂൾ, മനോഹരമായൊരു സ്ഥലം, അരികിലൂടെ സ്കൂൾ ഗ്രൗണ്ടിന് അരികിലൂടെ പുഴ ഒഴുകിയിരുന്ന സ്ഥലം. അത് പക്ഷേ ആ ചാലുകളെല്ലാം ഒന്നായി കുത്തിയൊലിക്കുന്നു എന്നുള്ളതാണ്. നമുക്കത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ ആര്യ. ഒരു വളരെ ശാന്തമായി തെളിനീരൊഴുകിയിരുന്ന സ്ഥലം ജീവിതങ്ങളെ തന്നെ കലക്കിയെടുത്തുകൊണ്ട് കടന്നു പോകുന്നു എന്നുള്ളത് അത് നമുക്ക് സങ്കല്പിക്കാനാവില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പാതിരാത്രി ഒരു പേക്കിനാവിൽ നിന്ന് ഉണരുന്നത് അത്തരമൊരു ജീവിതത്തിലേക്കാണ്. ഒരാൾക്ക് പോലും ഈ രക്ഷപ്പെട്ടു എന്ന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. വീടുകൾ തകർന്നു എന്നത് മാത്രമല്ല, എല്ലാവർക്കും ഏറ്റവും ഉറ്റപ്പെട്ട ഒരാളെയെങ്കിലും നഷ്ടപ്പെട്ട അത്തരത്തിലുള്ള അവസ്ഥയാണുള്ളത്. നമ്മളീ കാണുമ്പോൾ ഞാൻ അതാ പറഞ്ഞത്, വെള്ളാർമല അങ്ങാടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ വെള്ളരിമല എന്തൊക്കെ ഈ പ്രദേശമുണ്ടല്ലോ, ഇത് ശരിക്ക് ഒരു അബാൻഡൻഡ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും എങ്ങനെ പ്രകൃതി തുടച്ചു നീക്കും എന്നതിൻ്റെ ഒരു തെളിവാണിത്. നമ്മൾ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കാൻ ശ്രമിച്ച എല്ലാത്തിനെയും തുടച്ചു മാറ്റുന്നു. കുറച്ചുകൂടി ഒരു മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയാവുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകൾ കൂടി കൂടുതലായി താമസിച്ചിരുന്ന അങ്ങനത്തെ ഒരു മേഖലയിൽ നിന്ന് മനുഷ്യനെ ഏറ്റവും
നിസ്സഹായനാക്കിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു മണ്ണിടിച്ചിൽ. ആ മണ്ണിടിച്ചിൽ മധു നേരത്തെ അജയോട് സംസാരിച്ചപ്പോൾ ഈ ഭാഗത്ത് 105 വീടുകൾ കാണാതായി എന്ന് പറഞ്ഞു. ചൂരൽമലയിലെ മാത്രം കണക്കാണ്. അപ്പം നമ്മുടെ മുന്നിൽ ചൂരൽമലയിലേക്ക് ആദ്യം രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ ചൂരൽമലയിൽ മാത്രം ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ടോ ഈ മിസ്സിംഗ് കേസിൽ നോക്കുകയാണെങ്കിൽ മധു? അജയ്, ചൂരൽമലയിൽ നിന്നുള്ള എല്ലാവരെയും ഏറെക്കുറെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടെത്താനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും കാണാത്ത ഒരുപാട് ജീവനുകൾ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അവരെ പറ്റിയിട്ടുള്ള യാതൊരു ധാരണയില്ല. 1-2 ദിവസങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലായിരിക്കും നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചൂരൽമലയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ ഇപ്പോഴുണ്ട്, ഇനിയുണ്ട് എന്നൊക്കെ. എത്രയോ ആളുകൾ മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ ബോർഡുകൾ വരുന്നുള്ളൂ, ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എവിടെ എത്തി, ഒരുപാട് ആളുകൾ ചാലിയാറിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്നൊക്കെ ഉള്ളത് നമുക്കൊരു 2-3 ദിവസം കൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ മുണ്ടക്കയിൽ നിന്നുള്ള അപകടം, ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, നമ്മൾ കുറെ പേരുകളുടെയൊക്കെ ഇത് പറയുമ്പോൾ മുണ്ടക്കയിൽ നിന്നുള്ള അവിടെ ദുരന്തത്തിനിരയായവരെ ഇവിടെ ചൂരൽമലയിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയുമെന്ന് നമുക്ക് ഒരുപക്ഷെ ആശ്വസിക്കാം. അങ്ങനെയാണ് എങ്കിൽ അവിടെയും എത്ര പേരുണ്ടാവും അജയ്ക്ക് തോന്നുന്നത്? എവിടെ? മുണ്ടക്കൈയൊക്കെ ഒരു ഏകദേശം ഒരു 100-100ന്റെ മുകളിൽ ആളുകൾ മുണ്ടക്കൈയിൽ മിസ്സിംഗ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു 300-400 പേരെയൊക്കെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നുള്ളൂ. അത് കുറേ ഈ ഭാഗത്ത് തന്നെ ഉള്ളത് തന്നെയാണ്. അതായത് മുണ്ടക്കായ് ഭാഗത്തു നിന്നല്ല, ഈ ഫാക്ടറി ലൈൻസിലൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കൂടുതലായിട്ടും. ഒന്നുമില്ല, ഒരു കണക്കുമില്ല. ഈ സഞ്ചാരികൾ വരുന്നത് ടൂറിസം കുറെ ആളുകളൊക്കെ ആ റിസോർട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ സേഫ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇന്ന് സേഫ് ചെയ്യാനുള്ള ആളുകളും ഉണ്ട്. ആര്യ, അതാണ് ഇപ്പോ ഇവിടെ ചൂരൽമലയിലുള്ളവരെ മുഴുവൻ കണ്ടെത്തിയെന്നൊന്നും പറയാറായിട്ടില്ല. കാരണം ആര് എന്ത് എന്നൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഇനി ഒരുപാട് ദിവസം എടുക്കും ആര്യ. നമുക്ക് അങ്ങനെ തന്നെ അതിനെ പറയാൻ കഴിയൂ. കാരണം മധു, ഇപ്പം നേരത്തെ അജയ് കാണിച്ചു തന്നിരുന്നു ഈ ഭാഗത്തേക്ക് അട്ടമല, മറ്റൊരു ഭാഗത്തേക്ക് മുണ്ടക്കൈ എന്ന്. ഈ അട്ടമല, ഈ പാലം തകർന്നോടെ അട്ടമലയും പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അവിടേക്ക് ഇന്നലെ ഈ രക്ഷാപ്രവർത്തകർക്ക് പോവാൻ കഴിഞ്ഞിരുന്നോ, ഈ അട്ടമല എന്ന് പറയുന്ന പ്രദേശത്തേക്ക്? നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ആര്യ, നമ്മൾ നേരത്തെ നിന്ന സ്ഥലം. അജയ്, നമുക്ക് ആ പാലത്തിന്റെ ആ പ്രദേശത്തേക്ക് ഒന്നുകൂടി നീങ്ങാം. ഇരുവശത്തും ആര്യ നോക്കൂ, ഇവിടെ ഈ ചെളിക്കുണ്ടുകളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്ത് ആ ആൽമരമാണ് അതുള്ളത്. ഇവിടെയായിരുന്നു ആ പാലം. ഈ പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അത് 2ആയി പിരിയായിരുന്നു അല്ലേ അജയ്? അത് 2ആയി പിരിയുന്നത്, ഒന്ന് അട്ടമലയിലേക്ക്, ഒന്ന് ആലിന്റെ ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അട്ടമല 1 കിലോമീറ്റർ, അതേപോലെ തന്നെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ മുണ്ടക്കായി. ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള ദൂരപരിധി. ഇവിടെ അവിടെ അട്ടമലയും ശരിക്കും ഒറ്റപ്പെട്ട് കിടക്കും. അട്ടമല ഒറ്റപ്പെട്ട് കിടക്കും. ഇങ്ങോട്ട് വരാൻ ഒരു സാധ്യതയില്ലല്ലോ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ഇന്നലെ എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഈ അട്ടമലയിലും മുണ്ടക്കയിലും ഒരുപോലെ നമ്മൾ നിൽക്കുന്ന പ്രദേശവുമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നു. ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവർക്ക്. അവർ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഇതേപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളപ്പാച്ചിൽ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളില്ല. മുണ്ടക്കയും അട്ടമലയിലുമുള്ള ആളുകൾക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ നിൽക്കുന്ന ഈ വെള്ളർമലയിലേക്ക് ഇവിടേക്ക് കണക്ഷൻ ഇല്ല. ഇങ്ങോട്ട് ഒറ്റപ്പെടാൻ കഴിയുന്നില്ല. ഇവിടെ അവർക്ക് അവരുമായി ബന്ധപ്പെടാനുള്ള ഈ പാലം പൂർണ്ണമായി പോയി. അവരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഇന്നലെ രാത്രി എത്ര മണി വരെ ഇവിടെ തെരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അജയ്? രാത്രി വളരെ 9 മണി വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ലാസ്റ്റ്. ആര്യ, ഈ പറയുന്ന പോലെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഈ ദുരന്തമുഖത്ത്, കഴിഞ്ഞ ദുരന്തമുഖങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്, നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്നത്, ഓരോ ദുരന്തവും മനുഷ്യനെ നിസ്സഹായനാക്കാനും ഒരുമിപ്പിക്കാനും വഴിയൊരുക്കുമ്പോൾ ഇവിടെ രാപ്പകലില്ലാതെ, ഇന്നലെ രാവിലെ ഇവിടുത്തെ നാട്ടുകാരാണ് ഇതിൽ പലരും, 84-ലാണ് മുണ്ടക്കയിൽ മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. അന്ന് ആ ഉരുൾപൊട്ടലിന് ശേഷം ഏതാണ്ട് 25 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് താഴെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഈ ഉരുൾപൊട്ടലിന് ശേഷം 5 വർഷം കഴിയുമ്പോൾ ഒരു പ്രദേശത്തെ മുൻപുണ്ടായിരുന്ന ദുരന്തങ്ങളുടെ എത്രയോ അധികം വ്യാപ്തിയിൽ ഒരു പ്രദേശം മാഞ്ഞു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് കഴിഞ്ഞ പ്രളയകാലത്തുമൊക്കെ ഇവിടെ കുറേ പേർക്ക് താൽക്കാലികമായിട്ട്, അജയ്, അന്ന് ഇവിടെ കുറച്ച് പേർക്ക് ഈ ദുരന്ത നിവാരണ സേനയുടെ ഭാഗമായി അവർക്ക് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു. ആ ആളുകളാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അവരെ തന്നെയാണ്. അന്ന്
നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന പ്രത്യേക പരിശീലനം കിട്ടിയ ആളുകളുണ്ട്. പിന്നെ സിവിൽ ഡിഫൻസിന്റെ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. NDRFന്റെയും അതേപോലെ ആർമിയുടെ കൂടെ അവരുടെ നല്ല സഹായം ഉണ്ടായിരുന്നു. പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആ സമയത്ത് നമ്മൾ ഈ റോപ്പ് വേയിലൂടെ പോയി ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ആ ദുരന്ത ഓരോ മനുഷ്യനും ഇതിന് തയ്യാറാവണം ഇനിയുള്ള കാലത്ത് എന്നുള്ളത് കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അതെ. ഇപ്പൊ അജയ് അതിന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല? ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇല്ല. പക്ഷെ അജയ് ഇവിടേക്ക് നിരന്തരം എത്തിച്ചേരുന്നതാണ്. അജയ് കൽപ്പറ്റയിലാണ് ജോലി എടുക്കുന്നത്. അജയെ നമുക്ക് കുറെ കാലമായി പരിചയമുള്ള ആളാണ്. പക്ഷേ അജയുടെ വീട് ഇത്ര അടുത്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ വന്നിട്ട് ആദ്യം അജയോട് ചോദിച്ചത് വീട് സുരക്ഷിതമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടില്ല, ഇവിടെ നിന്ന് തെല്ല് മാറിയാണ് അജയുടെ വീടുള്ളത്. പക്ഷെ അജയ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴും കുത്തിയൊലിച്ചു വരുന്ന ഈ വെള്ളം ഇതിനിത്രയൊന്നും രൗദ്രഭാവമില്ലായിരുന്നു കുറച്ച് നാളുകൾ മുമ്പ്. ഒരു സാധാരണ ഒരു ചെടി പോലും വളരാൻ വേണ്ടിയിട്ട് ജലത്തിന് വേണ്ടി ഇറ്റ് നിന്ന ഒരു വേനൽക്കാലം ഉണ്ടായിരുന്നു ഈ ഒരു കഴിഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ. അതിന്റെയൊക്കെ ഫോട്ടോഗ്രാഫി എൻ്റെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഉണങ്ങി അത് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ നിന്നിരുന്നു ആ ചെടികളെല്ലാം. ആ പ്രദേശമാണ് ഇപ്പോ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ജലം കൊണ്ട് മുറിവേൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഇവിടെ കാണുകയാണ്. കാരണം ഇക്കഴിഞ്ഞ വേനലിൽ നമ്മൾ ഒരു മഴ പെയ്യണേ എന്നൊക്കെ കാത്തിരുന്ന നാളുകളിൽ വരണ്ടു പോയ ഒരു സ്ഥലം. ഇതിനപ്പുറത്ത് ചായത്തോട്ടങ്ങളൊക്കെ അല്ലേ അജയ്? എസ്റ്റേറ്റിന്റെ ചായത്തോട്ടം തന്നെയാണ്. ആരിസൻസ് ഉണ്ട് അവിടുത്തെ പാടികളിലും ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികൾ. മധു, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പൊ ഞാൻ മധുവിലേക്ക് തിരികെ വരാം. മധു പറഞ്ഞതുപോലെ ജലത്താൽ മുറിവേറ്റവർ എന്നൊക്കെ പറയുന്നത് അത് മതിയോ എന്നുള്ളതാണ്. കാരണം മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന കുറെ ജീവനുകളുണ്ട്, അവരിനിയും കണ്ടെത്തേണ്ടതുണ്ട്. ബന്ധുക്കൾ ജീവനോടെ ഉണ്ടോ, സ്വന്തം അമ്മയും അച്ഛനും മക്കളും സഹോദരിമാരും ഒക്കെ ജീവനോടെ ഉണ്ടോ എന്നറിയാതെ തീ തിന്നുന്ന കുറെ മനുഷ്യരാണ് ചുറ്റും അവിടെയൊക്കെ കാണാൻ കഴിയുന്നത്.